കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കരം അഥവാ വാട്ടർ ബിൽ അടയ്ക്കാൻ ബിൽ ഡെസ്ക് സെൻ്ററുകളിൽ പോകുന്നതിനുപരി നമ്മുടെ മൊബൈലിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് അടയ്ക്കാം. ഈ സംവിധാനം അറിയാത്തവർ വീഡിയോ പ്രയോജനപ്പെടുത്തുക. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോഡ് ഷോപ്പിംഗ് ആപ്പ്. ബൈമോഡ് e-shopping application is one of the online shopping app. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് പേരായ https://epa.kerala.gov.in ഈ വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസാണ് വരിക. എല്ലാ തവണയും ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇൻ്റർഫേസ് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് വെക്കാൻ വേണ്ടി ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ടു ഹോം സ്ക്രീൻ ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. പേര് ഇവിടെ കാണിക്കും. ഈ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയിട്ട് വരും. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാം തവണയും ആഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ കാണിച്ചു തരാം. ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത തവണ ബില്ല് പേ ചെയ്യുമ്പോഴേ വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. നേരിട്ട് വെബ്സൈറ്റിലേക്ക് തന്നെ വരും. ഇനി ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി 2-3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്യുക. കൺസ്യൂമർ ID എന്ന് കൊടുത്തിടത്ത് നമ്മുടെ ബില്ലിലുള്ള കൺസ്യൂമർ ID ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതേ മൊബൈൽ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നമ്മുടെ കൺസ്യൂമർ ID, കൺസ്യൂമർ നമ്പർ, വെർച്വൽ അക്കൗണ്ട് നമ്പർ ഒക്കെ കാണിക്കും. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കാരണം ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇനി ബിൽ പേ ചെയ്യാൻ വേണ്ടി വ്യൂ ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നമ്മുടെ എമൗണ്ട് കാണിക്കും. എനിക്ക് 168 രൂപയാണ് വന്നിട്ടുള്ളത്. ആ ഒരു എമൗണ്ട് ഇവിടെയും കാണിക്കും. മുകളിൽ നീല കളറിലും കാണിക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷനിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. ബാങ്ക് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ ഓർഡർ നമ്പറൊക്കെ കാണിക്കും. പേയ്മെൻറ്റ് ചെയ്യേണ്ട ബില്ലാണ് ഇവിടെ കാണിക്കുന്നത് 166 രൂപ. പേയ്മെൻറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഇൻ്റർനെറ്റ് ബാങ്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുകളിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. UPI പേയ്മെൻറ്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. SBI ഒരിക്കൽ കൂടി സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ബാങ്കിലോട്ടാണ് പോണത്. ഇവിടെ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഞാനിത് ഹൈഡ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്, കാരണം സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. യൂസർ ID-യും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എമൗണ്ട് ഇവിടെ കാണിക്കും. 166 രൂപയാണ് പേ ചെയ്യേണ്ടത്. ഇനി അടുത്ത ബട്ടൺ കൺഫേം ആണ്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്കൊരു OTP വരും. OTP വന്നിരിക്കുകയാണ്. ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഇതൊക്കെ സീക്രറ്റ്സ് ആയതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ എന്ന് വന്നു. ഇനി അടുത്ത ഓപ്ഷനിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും റിസിപ്റ്റ് വരുന്നതാണ്. തിരിച്ച് വാട്ടർ അതോറിറ്റിയുടെ പോർട്ടലിൽ തന്നെ വന്നു. SMS-ഉം വന്നിരിക്കുകയാണ്. ബിൽ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഓൺലൈൻ റിസിപ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡേറ്റ് കാണിക്കുന്നുണ്ട് 4/10. കൺസ്യൂമർ നെയിം, കൺസ്യൂമർ ID ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ബിൽ പെയ്ഡ് ആണ്. 166 രൂപ പേ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ SMS-ഉം ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, ₹166 ഹാസ് ബീൻ പെയ്ഡ് ഓൺ 4/10/24. ഈ ഒരു റിസിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഇവിടെ പ്രിൻ്ററിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുക്കാനും ഓപ്ഷൻസ് ഉണ്ട്.
പ്രിന്ററിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ PDF ഓപ്ഷനിലായിട്ടാണ് വരിക. ഡിസ്പ്ലേയിൽ കാണുന്ന രീതിയിലാണ് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുക. ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കരം അടക്കാൻ സാധിക്കുന്നതാണ്.